ഇന്ന് വളരെ വിവാദമായിക്കൊണ്ടിരിക്കുന്ന ഒരു ന്യൂസ് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഞാൻ ഡോക്ടർ മിഥുൻ. ഞാനൊരു ക്രിട്ടിക്കൽ കെയർ വിഭാഗം ഡോക്ടറാണ്. ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ന്യൂസ് ചാനലുകളിലൊക്കെ വിവാദമായിക്കൊണ്ടിരിക്കുന്ന ഒരു ന്യൂസാണ് ഒരു സ്ത്രീയുടെ ശരീരത്തിനുള്ളിൽ നെഞ്ചിനുള്ളിൽ ഗൈഡ് വയർ ഉപേക്ഷിക്കപ്പെട്ടു എന്നുള്ള വാർത്ത. അപ്പോൾ ഇതൊരു മെഡിക്കൽ നെഗ്ലിജൻസ് എന്ന രൂപത്തിൽ സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ ന്യൂസ് ചാനലുകളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ നമുക്ക് എന്താണ് സെൻട്രൽ വെയിൻ ഇൻസർഷൻ, എന്താണ് സെൻട്രൽ ലൈൻ ഇൻസർഷൻ, അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ഗൈഡ് വെയർ ഉപയോഗിക്കുന്നത്, എന്തിനാണ് സെൻട്രൽ ലൈൻ ഇൻസേർട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് ഇൻസേർട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ഗൈഡ് വെയർ നെഞ്ചിനുള്ളിൽ പോകാനുള്ള സാധ്യതകൾ, എങ്ങനെ നമുക്ക് ഈ ഒരു ഇൻസിഡൻറ്റ് ഒഴിവാക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ആദ്യം തന്നെ ഈ വിവാദപരമായിട്ടുള്ള ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. എനിക്ക് 2022 തീയതി മാർച്ചിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് ICUയിൽ തുടരെ എനിക്ക് കാൽഷ്യം കുറവായിരുന്നു. അപ്പോൾ എനിക്ക് വെയിൻ കിട്ടാതെ വന്നപ്പോഴത്തേക്ക് എനിക്ക് ട്രിപ്പ് ഇടാൻ വേണ്ടിയിട്ട് വെയിൻ കിട്ടിയില്ല. അങ്ങനെ സെൻട്രൽ വെയിൻ ഇട്ടായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് 8 ദിവസം ഞാൻ ICUയിൽ കിടന്നു. ഈ 2025 മാർച്ചിൽ എനിക്ക് കഫക്കെട്ട് വന്ന് അങ്ങനെ ഞാൻ ഒരു വീടിനടുത്തുള്ള ക്ലിനിക്കിൽ പോയപ്പം എക്സ്റേ എടുക്കായി തന്നു. അങ്ങനെ മെഡിക്കൽ കോളേജ് മെട്രോയിൽ ഞാൻ ചെന്ന് ഒരു എക്സ്റേ എടുത്തപ്പോഴത്തേക്കാണ് ഇതിലൊരു വേറെ ഇങ്ങനെ കിടക്കുന്നതായിട്ട് കണ്ടത്. അത് അന്ന് എന്നെ വൈകിട്ട് ഞാൻ എന്നെ സർജറി ചെയ്ത് ഡോക്ടറിനെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ കുറച്ച് ഇയാൾക്ക് കുഞ്ഞിലെ എന്തെങ്കിലും ഹാർട്ടിന് സർജറി എന്തെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ഡോക്ടർ എന്നെ അവിടെ ഇരുന്ന് വേറെ ഡോക്ടേഴ്സിനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞ് കുഴപ്പമില്ല, ഇത് നമുക്ക് റിമൂവ് ചെയ്യാം, ഇത് സെൻട്രൽ വെയിൻ ഇട്ടപ്പോഴത്തേക്ക് ഇങ്ങനെ കയറിയതാണ്, അത് നമുക്ക് കീഹോൾ വഴി തുറന്ന് കീഹോൾ വഴി നമുക്കിത് റിമൂവ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിന് ജനറൽ ഹോസ്പിറ്റലിൽ ചെയ്യൂല, ശ്രീചിത്രയിൽ പോയി അവരെടുത്ത് തരുമെന്ന് പറഞ്ഞ് എന്നെ ശ്രീചിത്രയിൽ ഡോക്ടർ എന്നെ അപ്പോയിൻമെൻ്റ് എടുത്തെന്ന് ഞാൻ അവിടെ ചെന്ന് കാണിച്ചപ്പം ഡിജിറ്റൽ എക്സ്റേ എടുത്തപ്പോഴത്തേക്കാണ് ഇത് 50 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വയറാണ് കിടക്കണമെന്ന് കണ്ടത്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് സെൻട്രൽ ലൈൻ എന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പോൾ സാധാരണ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്ക് മരുന്ന് തരാനായിട്ട് അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക് തരാനായിട്ട് അല്ലെങ്കിൽ ഫ്ലൂയിഡ് NS പോലുള്ള ഫ്ലൂയിഡ് ഇടാനായിട്ട് നേഴ്സുമാർ നമ്മുടെ കയ്യിൽ എവിടെയെങ്കിലും ഒരു IV കാനുല ഇടാറുണ്ട്. ഇതാണ് പെരിഫറൽ IV കാനുല എന്ന് നമ്മൾ പറയുന്നത്. സെൻട്രൽ ലൈൻ എന്തിനാണ് ഇടുന്നത്? അതായത് ഇപ്പോൾ അതിൻ്റെ ഇൻഡിക്കേഷൻസ് എന്ന് പറയുന്നത് പെരിഫറൽ IV കാനുല ഡിഫിക്കൽട്ടായിട്ടുള്ള ആൾക്കാരിൽ, ഇപ്പോൾ ഒരുപാട് കയ്യിലും കാലിലും ഒക്കെ ഒരുപാട് നീരുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഒരുപാട് പ്രായമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഭയങ്കര ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ BP ഒക്കെ വളരെ കുറഞ്ഞ ഒരവസ്ഥയിലൊക്കെ ആണെങ്കിൽ നമുക്ക് പെരിഫറൽ IV കാനുല കിട്ടുക വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസ് ഒക്കെ ആണെങ്കിൽ, അതായത് പെട്ടെന്ന് രോഗി കാർഡിയക് അറസ്റ്റിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലോങ് ടേം ആയിട്ട് നമുക്ക് കുറച്ച് ആൻറ്റിബയോട്ടിക്സ് കൊടുക്കാനുണ്ട്, അല്ലെങ്കിൽ പാരൻ്ററൽ ന്യൂട്രീഷൻ പോലുള്ള കാര്യങ്ങൾ ഇനിഷ്യേറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒരു ഡയാലിസിസ് ചെയ്യാനായിട്ട് ഡയാലിസിസ് കാത്തീറ്റർ നമ്മൾ ഇടുന്നത്, അല്ലെങ്കിൽ BP കുറവായിട്ടുള്ള സാഹചര്യങ്ങളിൽ BP കൂട്ടാനായിട്ട് നമ്മൾ മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ ICUയിലുള്ള മരുന്നുകൾ നമ്മൾ കൊടുക്കുന്നത്, ഇലക്ട്രോലൈറ്റ് കറക്ഷന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന മരുന്നുകൾ, കാൽഷ്യം പൊട്ടാസ്യം പോലുള്ള മരുന്നുകൾ, അല്ലെങ്കിൽ സോഡിയം കറക്ഷന് വേണ്ടിയുള്ള മരുന്നുകൾ, ഇതൊക്കെ കൊടുക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന രീതിയാണ് സെൻട്രൽ ലൈൻ ഇൻസേർഷൻ എന്ന് പറയുന്നത്. ഈ സെൻട്രൽ ലൈൻ ഇടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വലിയ വെയിൻസ്, അതായത് നമ്മൾ പെരിഫറൽ IV കാനുല ഇടുന്നത് നമ്മുടെ ചെറിയ കയ്യിലുള്ള വെയിൻസിലാണ് നമ്മൾ ഇടുക. ഈ സെൻട്രൽ ലൈൻ നമ്മൾ ഇടുന്നത് നമ്മുടെ ശരീരത്തിലെ വലിയ വെയിനുകളിലാണ്, അതായത് ഇൻറ്റേർണൽ ജഗുലാർ വെയിൻ, അല്ലെങ്കിൽ ഫെമറൽ വെയിൻ, അല്ലെങ്കിൽ സബ്ക്ലേവിയൻ വെയിൻ, ഈ വലിയ വെയിനുകളിലാണ് നമ്മൾ ഇത് ഇടുന്നത്. എങ്ങനെയാണ് സെൻട്രൽ ലൈൻ ഇൻസേർട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം ഒരു സൂചി എടുത്തിട്ട് സിറിഞ്ച് അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ വലിയ വെയിൻസിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. ഒരു ബ്ലഡ് വരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ സിറിഞ്ച് മാറ്റിയിട്ട് ഗൈഡ് വയർ ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മൾ സൂചി ഒഴിവാക്കിയതിന് ശേഷം ഈ ഗൈഡ് വയറിൻ്റെ മുകളിൽ കൂടി നമ്മൾ കാത്തീറ്റർ, സെൻട്രൽ വീനസ് കാത്തീറ്റർ ഇൻസേർട്ട് ചെയ്യുക. അതേസമയം കാത്തീറ്റർ അകത്തേക്ക് നമ്മൾ ഇടുന്ന സമയത്ത് തന്നെ
അതേ സമയത്ത് തന്നെ നമ്മൾ ഗൈഡ് വെയർ പുറത്തേക്ക് വലിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഗൈഡ് വെയർ എന്നുള്ളത് നമ്മുടെ കാത്തീറ്റർ നമ്മുടെ സെൻട്രൽ വലിയ വെയിൻസിലേക്ക് പോകാനായിട്ടുള്ള ഒരു ഗൈഡായിട്ട് മാത്രമാണ് നമ്മൾ ഗൈഡ് വെയർ ഉപയോഗിക്കുന്നത്. ഇത് മൊത്തം ഒരു 50 സെൻറ്റിമീറ്റർ വരുന്ന ഒരു ലൈനാണ് ഈ ഗൈഡ് വെയർ എന്ന് പറയുന്നത്. നമുക്ക് സെൻട്രൽ ലൈൻ ഇൻസേർഷന് വേണ്ടി ചിലപ്പോൾ നമുക്കൊരു 15 to 20 സെൻറ്റിമീറ്റർ മാത്രം മതിയായിരിക്കും. അപ്പോൾ ഈ കാത്തീറ്റർ ഇടുന്ന സമയത്ത് ഗൈഡ് വെയർ പുറത്തേക്ക് വലിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഈ വലിയ വെയിൻസിൽ എപ്പോഴും ഒരു നെഗറ്റീവ് ഇൻട്രാതൊറാസിക് പ്രഷർ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സക്ഷൻ ഉണ്ടാവും, ഒരു കാർഡിയാക് സക്ഷൻ ഉണ്ടാവും. അതുകൊണ്ട് ഈ രോഗി ഡീപ്പ് ഇൻസ്പിറേഷൻ എടുക്കാൻ നേരത്ത് നമ്മുടെ ഇൻട്രാതൊറാസിക് പ്രഷർ ഒരു നെഗറ്റീവായിട്ടുള്ള രീതിയിൽ ഉണ്ടാവാൻ നേരത്ത് നമ്മൾ ഇടുന്ന ഗൈഡ് വെയർ ചിലപ്പോൾ അകത്തേക്ക് അകത്തേക്ക് പുള്ളി ചെയ്യപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ എന്താ പറയുക, അനസ്തെറ്റിസ്റ്റുമാർ, അല്ലെങ്കിൽ ICUയിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളുകളൊക്കെ ഇടുന്നതാണ് ഈ സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെൻട്രൽ ലൈൻ ഇടാൻ നേരത്ത് ഗൈഡ് വെയർ ഉള്ളിൽ പോകുന്ന ഈ അവസ്ഥ ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് തന്നെയാണ്. അതുപോലെ തന്നെ സെൻട്രൽ ലൈൻ ഇട്ടതിന് ശേഷം നമ്മളൊരു എക്സ്റേ ചെസ്റ്റ് എടുത്ത് നോക്കാറുണ്ട്. സെൻട്രൽ ലൈൻ ഇട്ടതിന് ശേഷം അതിൻ്റെ പൊസിഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ടാണ് നമ്മൾ എക്സ്റേ എടുക്കുക. അതുപോലെ തന്നെ വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും വന്നിട്ടില്ല എന്നറിയാൻ വേണ്ടിയാണ് നമ്മൾ എക്സ്റേ എടുത്ത് നോക്കുക. ന്യൂസിൽ ഈ വ്യക്തി പറയുന്നതനുസരിച്ച് സെൻട്രൽ ലൈൻ ഇട്ടതിന് ശേഷം എക്സ്റേ എടുത്തിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് എനിക്ക് വലിയ പിടിയില്ല. കാരണം സാധാരണ നമ്മൾ സെൻട്രൽ ലൈൻ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം എക്സ്റേ എടുത്ത് നോക്കാറുണ്ട്. ഇപ്പോൾ ഇവർ പറയുന്നതനുസരിച്ച് 2022-03 ആണ് ഇവരുടെ സർജറി കഴിയുന്നത്. ഇത്രയും നാളായിട്ടും അവർ ആ ഗൈഡ് വെയർ ഉള്ളിൽ വെച്ചുകൊണ്ട് ജീവിതം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ സങ്കടകരമായിട്ടുള്ള ഒരു ന്യൂസാണ് ഇത്. സെൻട്രൽ ലൈൻ കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാനായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ടൊരു ചെക്ക് ലിസ്റ്റ് വേണം. അതായത് നമ്മൾ ഇൻസേർഷൻ സെൻട്രൽ ലൈൻ ഇൻസേർഷന് ശേഷം ഗൈഡ് വെയർ പുറത്ത് വന്നിട്ടുണ്ടോ, നമ്മൾ ഉപയോഗിച്ച ഇൻസ്ട്രുമെൻസിൻ്റെ, നമ്മൾ ഉപയോഗിച്ച സൂചികളുടെ എല്ലാം എണ്ണം കൃത്യമായി രേഖപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അങ്ങനെ മാത്രമാണ് നമുക്ക് ഹ്യൂമൻ എറേഴ്സ് തടയാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി എന്തൊക്കെയാണ് ഗൈഡ് വെയർ നമ്മുടെ ശരീരത്തിൽ ചെന്നാലുള്ള കോംപ്ലിക്കേഷൻസ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം, ലങ് ഇഞ്ചുറി ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ന്യൂമോതൊറാക്സോ അല്ലെങ്കിൽ ഹീമോതൊറാക്സോ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ലങ് ഇഞ്ചുറി ഉണ്ടായിട്ട് ലങ്സിൽ എയർ അടിഞ്ഞു കൂടുന്നൊരവസ്ഥയാണ്, ലങ്സിനെ കംപ്രസ് ചെയ്ത് എയർ അടിഞ്ഞു കൂടുന്നൊരവസ്ഥയാണ് ന്യൂമോതൊറാക്സ് എന്ന് പറയുന്നത്. ഹീമോതൊറാക്സ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ലങ്സിന് ചുറ്റുമുള്ള കവറിങ്ങിൻ്റെ ഉള്ളിൽ രക്തം കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥയാണ് ഹീമോതൊറാക്സ് എന്ന് പറയുന്നത്. അതും ഈ ലങ് ഇഞ്ചുറി കൊണ്ട് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എറിത്തിമിയാസ് എന്ന് നമ്മൾ പറയും. അതായത് ഈ ഗൈഡ് വെയർ നമ്മൾ ഈ സെൻട്രൽ ലൈൻ ഇടാൻ നേരത്ത് ഈ കാത്തീറ്റർ നേരെ പോകുന്നത് നമ്മുടെ റൈറ്റ് സൈഡ് ഓഫ് ദ ഹാർട്ടിലേക്കാണ്. അതായത് നമ്മുടെ റൈറ്റ് ഏട്രിയം എന്ന് പറയുന്ന ഒരു ചേംബറിലേക്കാണ് നമ്മുടെ ഈ കാത്തീറ്റർ പോകുന്നത്. അതിൻ്റെ മുകൾ ഭാഗം വരെ ഈ കാത്തീറ്റർ വന്ന് നിൽക്കുകയാണ് സാധാരണ പതിവ്. അപ്പോൾ ഈ ഗൈഡ് വെയർ നമുക്കൊരു 15 to 20 സെൻറ്റിമീറ്റർ മാത്രം മതി സെൻട്രൽ ലൈൻ ഇൻസേർഷൻ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഒരു 50 സെൻറ്റിമീറ്ററോളം ഉള്ള ഈ ഗൈഡ് വെയർ അകത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഹാർട്ടിനുള്ളിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഹാർട്ടിനുള്ളിലുള്ള ഏതെങ്കിലും ഒരു ചേംബറിനെ ഇറിറ്റേറ്റ് ചെയ്തിട്ട് ഹാർട്ടിൻ്റെ റിതത്തിന് ചേഞ്ചസ് വരുത്താനുള്ള കെൽപ്പ് ഇതിനുണ്ട്. അപ്പോൾ എറിത്തിമിയാസ് ഉണ്ടാക്കാനുള്ള ചാൻസും ഉണ്ട്. അതുപോലെ തന്നെ സഡൻ കാർഡിയക് അറസ്റ്റ് ഉണ്ടാക്കാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. മറ്റൊരു കാര്യം, മൂന്നാമത്തെ കാര്യം ആയിട്ട് പറയാനുള്ളത്, ഈ ഗൈഡ് വെയർ നമ്മുടെ വലിയ വെയിനിലൂടെ ശരീരത്തിൽ എവിടെ വേണമെങ്കിലും പോകാനുള്ള ചാൻസ് ഉണ്ട്. ഹൃദയത്തിലൂടെ, പൾമണറി ആർട്ടറിയിലൂടെ, ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ഹാർട്ടിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇത് പോകുന്ന വഴിക്കെല്ലാം ബ്ലീഡിങ് ഉണ്ടാക്കാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. ഒരു ഫോറിൻ ബോഡി ആയത് കാരണം തന്നെ ഇൻഫെക്ഷൻ ഉണ്ടാക്കാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. ചെസ്റ്റ് പെയിൻ ഉണ്ടാവാം, കണ്ടിന്യൂസ് ആയിട്ടുള്ള കഫ് ഉണ്ടാവാം. ഇതൊക്കെയാണ് ഇതിൻ്റെ മറ്റ് കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു വ്യക്തി പറയുന്നത് ഇവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് കഫ്, ചുമ വന്നു. അങ്ങനെയാണ് ഇവർ ഡോക്ടറിൻ്റെ അടുത്ത് വീണ്ടും പോകുന്നത്. അങ്ങനെയാണ് എക്സ്റേ എടുത്ത് നോക്കുന്നതും എക്സ്റേയിൽ ഗൈഡ് വെയർ ഉള്ളിലിരിക്കുന്നത് കാണുന്നതും. അപ്പോൾ ഈ ഒരു അവസ്ഥയ്ക്ക് എന്താണ് പരിഹാരം, എങ്ങനെയാണ് ഇത് ഗൈഡ് വെയർ പുറത്തെടുക്കുക എന്നുള്ളതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ആക്സസ് എടുക്കുക എന്ന് പറയുന്ന ഒന്നല്ലെങ്കിൽ ഇൻറ്റേർണൽ ജുഗുലാർ വെയിൻ, നമ്മുടെ വലിയ വെയിൻ, നമ്മൾ സെൻട്രൽ ലൈൻ ഇടുന്ന വെയിനിൽ കൂടി തന്നെ നമുക്ക് ആക്സസ് എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഫെമറൽ വെയിനിൽ കൂടി ഉള്ളതായിരിക്കും. ഫെമറൽ വെയിനിൽ കൂടി ഒരു ആക്സസ് എടുക്കാൻ പറ്റും നമുക്ക്. ഈ വലിയ വെയിനിലൂടെ ഒരു ഫ്ലൂറോസ്കോപ്പി ഗൈഡൻസ് നമ്മൾ പറയും. അതായത് നമ്മൾ സെൻട്രൽ വെയിനിൽ കൂടി നമ്മൾ എന്ത് കാത്തീറ്ററാണോ ഇടുന്നത് അതെല്ലാം നമുക്ക് ഒരു സ്ക്രീനിൽ കാണുന്ന വിധം റേഡിയേഷൻ്റെ സഹായത്തോടെയുള്ള
ഒരു മെത്തഡാണ് ഫ്ലൂറോസ്കോപ്പി എന്ന് പറയുന്നത്. ഫ്ലൂറോസ്കോപ്പി ഗൈഡൻസോടെ നമ്മളൊരു സ്നെയർ കത്തീറ്റർ എന്ന് പറയും. സ്നെയർ കത്തീറ്റർ ഈ വലിയ വെയിനിലൂടെ അകത്തിട്ടതിന് ശേഷം ഈ ഗൈഡ് വയറിനെ പിടിച്ച് പുറത്തേക്ക് വലിക്കുകയാണ് നമ്മൾ ചെയ്യുക. ഇതിൻ്റെ സക്സസ് റേറ്റ് എന്ന് പറയുന്നത് മോർ ദാൻ 90% സക്സസ് റേറ്റ് ഉണ്ട്. ഇനിയിപ്പോൾ എൻഡോസ്കോപ്പി ഇതുപോലെ നമ്മളൊരു ഫ്ലൂറോസ്കോപ്പി ഗൈഡൻസിൽ ഇൻ്റർവെൻഷണൽ റേഡിയോളജിയോ അല്ലെങ്കിൽ കാർഡിയോളജിനോ എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ സർജിക്കൽ എക്സ്പ്ലോറേഷനായിട്ട് പോകേണ്ടതായിട്ട് വരും. അതായത് തൊറാക്കോട്ടമി, നമ്മുടെ നെഞ്ചിൻ കൂട് തുറന്നിട്ടുള്ള ഒരു ശസ്ത്രക്രിയ, അല്ലെങ്കിൽ വീനോട്ടോമി എന്ന് പറയും നമ്മൾ. ഇത് രണ്ടുമാണ് ഇതിൻ്റെ സർജിക്കൽ എക്സ്പ്ലോറേഷനായിട്ടുള്ള ചോയ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രൊസീജിയർ ഉടനീളം സർജറി ആയിക്കോട്ടെ, ഇൻ്റർവെൻഷണൽ റേഡിയോളജി ഫ്ലൂറോസ്കോപ്പി സഹായത്തോടെ ചെയ്യുന്ന പ്രൊസീജിയർ ആയിക്കോട്ടെ, പേഷ്യൻറ്റിന് ഹീമോഡൈനാമിക് ഇൻസ്റ്റബിലിറ്റി, BP കുറയാനോ ഹാർട്ട് റേറ്റ് കൂടാനോ ഹാർട്ടിന് റിതം ചേഞ്ചസ് വരാനോ ഒക്കെ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഗൈഡ് വയർ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ ബ്ലഡിൻ്റെ ഫ്ലോയിന് ചെറിയ തടസ്സം വരുന്നത് കൊണ്ട് തന്നെ ത്രോംബസ് ഫോർമേഷൻ ഉണ്ടാകാനുള്ള ചാൻസും വളരെ ക്ലോട്ടുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. അങ്ങനെ ക്ലോട്ടുകൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ നമ്മൾ ആൻറ്റികോഗുലേഷനും സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പരിഹാര മാർഗ്ഗം എന്ന് പറയുന്നത്. സെൻട്രൽ ലൈൻ നമ്മുടെ OTയിലും ICUയിലും ഒക്കെ വളരെ കോമൺ ആയിട്ടുള്ളൊരു പ്രൊസീജിയർ ആണെങ്കിലും എന്തെങ്കിലും ചെറിയൊരു പിഴവ് വരുത്തിയാൽ രോഗിയുടെ ജീവൻ തന്നെ അപകടത്തിലാവുന്ന ഒരു വിഷയമാണിത്. ഞാൻ ഒരു അനസ്തറ്റിസ്റ്റാണ്, ഇപ്പോൾ ICUയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു ICUയിലും അല്ലെങ്കിൽ OTയിൽ പറയുന്ന ഗോൾഡൻ റൂളാണ് നെവർ ലെറ്റ് ഗോ ഓഫ് ദ ഗൈഡ് വയർ എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് ഗൈഡ് വയർ പിടിച്ചതിന് ശേഷമാണ് നമ്മൾ കത്തീഡ്ര ഇൻസേർട്ട് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ICUയിലായാലും OTയിലായാലും പ്രോപ്പറായിട്ടുള്ള പ്രോട്ടോക്കോളുകളുടെയും ടീം വർക്കിൻ്റെയും അതുപോലെ തന്നെ ചെക്ക് ലിസ്റ്റിൻ്റെയും ഉപയോഗം വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഈ ഒരു പ്രക്രിയകളിലൂടെ മാത്രമാണ് നമുക്ക് ഇങ്ങനെയുള്ള ഹ്യൂമൻ എറേഴ്സ് ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ഇന്ന് നമ്മുടെ ന്യൂസ് ചാനലുകളിൽ വിവാദമായിക്കൊണ്ടിരിക്കുന്ന ഈ ഇൻസിഡൻറ്റിനെ പറ്റി മതിയായ വിവരം കിട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു. പുതിയ വീഡിയോയിൽ പുതിയ അറിവുകളുമായി നമുക്ക് വീണ്ടും എത്താം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.